ബിഷപ്പിന് വിധേയമായി ചെയ്യുന്നവർക്ക് അവരെ വിളിക്കുന്നത് കോർപ്പിസ്കോപ്പായി എന്നായിരുന്നു. പക്ഷേ അന്നുള്ളവർക്ക് ഉത്തരവാദിത്വമുണ്ടായിരുന്നു, കർത്തവ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ആക്കൾ, അല്ലാതെ ഒരു അലങ്കാരമായി നൽകിയതായിരുന്നില്ല എന്നുള്ളത് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല, അവർക്ക് സബ് ഡീക്കൻസിനെ ആക്കുവാനുള്ള, പട്ടം കൊടുക്കുവാനുള്ള അവകാശവും അവർക്കുണ്ട്. സബ് ഡീക്കൻസ് പറഞ്ഞാൽ എഴുതിയേക്കുന്നോ വരെ ഉള്ള സ്ഥാനത്തേക്ക് കോർപ്പിസ്കോപ്പമാർക്ക് അവരെ അവരോധിക്കുവാൻ, അവരെ നിയോഗിക്കുവാൻ ഉള്ള അധികാരം കോർപ്പിസ്കോപ്പമാർക്ക് ഉണ്ട്. ദയവായിട്ട് ഇനി അച്ഛൻ ആ പ്രയോഗം ഒന്ന് നടത്തിക്കളയരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏതായിരുന്നാലും അതിന് തക്കവാറുള്ള അധികാരവും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട് അതാത് അവസരങ്ങളിൽ പട്ടണത്തിന്റെ പ്രധാന എപ്പിസ്കോപ്പായി അയച്ചു കൊടുത്തുകൊണ്ട് ഒരു ലിങ്കായിട്ട് ഗ്രാമത്തിലെ ഇടവകളുടെയും ആധ്യാത്മികതയും പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പട്ടണത്തിലെ ബിഷപ്പുമായിട്ടുള്ള ബന്ധത്തെ നിലനിർത്തുന്ന ഒരു കണക്റ്റിംഗ് ലിങ്കായിട്ട്, ശൃംഖലയായിട്ട് നിലകൊണ്ടിരുന്നവരാണ് കോർപ്പിസ്കോപ്പമാര്. അവർക്ക് വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. ഇന്ന് നാം ചെയ്യുന്നത് അവിവാഹിതരായി ഉള്ളവർക്ക് ദേവാലയക്കാരായി കൊടുക്കുന്നു. വിവാഹിതരായിട്ടുള്ളവർക്ക് കൊടുക്കാവുന്ന, ആദരിക്കാവുന്ന ഒന്ന് എന്താ? ഇരിക്കട്ടെ, കോർപ്പിസ്കോപ്പ സ്ഥാനം ആ വിധത്തിൽ ആയിരിക്കുന്നു. പക്ഷേ അവരുടെ പക്വത, അവരുടെ പ്രവർത്തനം, അവരുടെ പ്രാഗൽഭ്യം, അവരുടെ മറ്റ് കഴിവുകൾ, സംഭാവനകൾ, ഇതൊക്കെ കൂടി കണക്കിൽ എടുത്താണ് പണ്ട് നൽകുകയും നേതൃത്വത്തിൽ അവരെ അവരോധിക്കുകയും ചെയ്തത്. ഇന്ന് അതിൽ നിന്ന് എത്രമാത്രം മാറിപ്പോയിട്ടുണ്ടെന്നുള്ളത് എവരും ചിന്തിക്കണം, നിങ്ങളും ചിന്തിക്കണം എന്ന് മാത്രമേ ഞാൻ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. ഏതായിരുന്നാലും ഈ ഒരു സ്ഥാനം പൂർവികമായിരിക്കുന്ന ഒന്ന് ഇന്ന് കേവലം അലങ്കാരത്തിന് മാത്രമായി തീരാതെ ചില കർത്തവ്യങ്ങൾ കൂടി കൊടുക്കുവാൻ തക്കവണ്ണ ക്രമീകരണം വരുത്തുന്നത് ഉചിതമായിരിക്കും എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അത് എങ്ങനെ സ്വീകാര്യമായിരിക്കും എന്നൊക്കെ ഒരു വ്യത്യസ്തമായ കാര്യമാണ്. മർത്തോമാ സഭയിൽ നമ്മളെ പലരും അംഗീകരിച്ചാണ് ചെയ്യുന്നത്. അവർ ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ വികാരി ജനറൽ. മുമ്പ് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 4-5 പേരുണ്ട് വികാരി ജനറൽമാർ. അവർക്കൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണ സംവിധാനത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. മറ്റ് സഭകൾ മോൺസിഞ്ഞോമോറാക്കുന്നു. അവർക്ക് പദവിയായിട്ടാണ് മോൺസിഞ്ഞോർ കൊടുക്കുന്നത്. അവർക്ക് വലിയ മറ്റൊന്നുമില്ല. ആ ഒരു പദവി പട്ടമായിട്ടൊന്നും കൊടുക്കുന്നത് കൂടാതെ കിട്ടിക്കഴിഞ്ഞാൽ അവർ മോൺസിഞ്ഞോർ ആയിത്തീരുന്നു എന്നുള്ളത്. ഇങ്ങനെ ഒരു ആദരിക്കുന്നത് നമ്മുടെ സഭയിൽ മാത്രമല്ല, ഇതര സഭകളിലും വ്യക്തികളെ അവരുടെ നേരത്തെ കഴിവുകളെ കുറിച്ചും അതിനെപ്പറ്റിയൊക്കെയുള്ള ബോധ്യമുള്ളത് കൊണ്ട് ആ സ്ഥാനത്തേക്ക് അവരെ ആദരിക്കുന്ന വിധത്തിൽ സ്ഥാനങ്ങൾ കൊടുക്കുന്ന പതിവ് ഇതര സഭകളിലും ഉള്ളതാണ്. ഏതായിരുന്നാലും നമുക്ക് അങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് ഇന്നിവിടെ കൂടുവാൻ തക്കവണ്ണം ഇടയാക്കിയിട്ടുള്ളത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഇത്രയും പേര് അങ്ങനെ തിരുവനന്തപുരം മുതൽ വടക്കുന്നൊക്കെ ഉള്ള സ്ഥലത്തു നിന്ന് അഭിനന്ദ തിരുമേനിയുടെ തിമോത്തിയോസ് തിരുമേനിയുടെ ക്ഷണം സ്വീകരിച്ച് ബാബായുടെയോ അല്ലെങ്കിൽ മറ്റേ എപ്പിസ്കോപ്പൽ സുനോദോസിന്റെയോ അങ്ങനെയുള്ള പ്രത്യേക ഒന്നുമില്ല. തിരുമേനിയുടെ പ്രത്യേക താല്പര്യം, അതിനെ എല്ലാവരും ആദരിച്ചു. തിരുമേനിയുടെ ഇനിഷ്യേറ്റീവ് അതിനെ എല്ലാവരും നന്നായി പ്രതികരിച്ചു. ഇത്രയും പേര് വന്നു എന്നുള്ളതിൽ അച്ഛന്മാർ രോഗികളാണ് എന്നുള്ള കാര്യങ്ങളുടെ ആമുഖത്തിൽ കേൾക്കുകയുണ്ടായി. കോർപ്പിസ്കോപ്പന്മാർ ഇത്രയും പേര് വന്നു പരിചയപ്പെടുവാനും ഒരു ബന്ധം പുലർത്തുവാനും നമ്മുടെ ആധ്യാത്മികതയെ പറ്റി ചിന്തിക്കുവാനും ഈ നോമ്പിന്റെ ഈ ദിവസം നമുക്ക് ദൈവം സംഗതിയാക്കും. അതിനിടയാകട്ടെ എന്ന് മാത്രം ഞാൻ ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്വയം പരിചയപ്പെടുത്തലിന്റെ വാക്കുകളാണ്. അതാണ് നമ്മൾ ചിന്തയ്ക്ക് വിഷയമാക്കിയിരിക്കുന്നത്. സ്വയം പരിചയപ്പെടുത്തലിന്റെ
വാക്കുകൾ കേൾക്കുക. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകും. നിന്നോട് സംസാരിക്കുവാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നാം, അഡ്വന്റ് സീസണിൽ ഉപയോഗിക്കുന്ന പ്രസക്തമായ ഒരു വാക്യം ഈ ലണ്ടൻ സീസണിൽ അച്ഛൻ എടുത്തതിന്റെ ഔചിത്യം എന്ന് പക്ഷേ ചിന്തിച്ചില്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാവുന്നതാണ് എന്ന് ഞാൻ ഇവിടെ ഓർക്കുന്നു. ഈ വാക്യം വളരെ അധികം എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒന്നാണ്. അതിനെ അടിസ്ഥാനമാക്കി പല ചിന്തകൾ എൻ്റെ മനസ്സിൽ ഉയർന്നത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഇതിന്റെ സന്ദർഭം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇത് എവിടെ വെച്ചാ പറഞ്ഞത്, ഏത് സന്ദർഭത്തിലാണ് ഈ വാക്കുകൾ പ്രസ്താവിച്ചത് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നത്. സാധാരണ പാശ്ചാത്യം നമ്മൾ കാണുമ്പോൾ അയാൾ മിസ്റ്റർ ജോസോ അൻസോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൈ ക്ഷണിക്കാൻ ചെയ്യുമ്പോൾ പരിചയപ്പെടുത്തുന്ന എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇന്നാലാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു, നിന്നോട് സംസാരിക്കുവാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന്. ഇത് ആദ്യമേ കണ്ടപ്പോഴല്ല ഗബ്രിയേൽ പറഞ്ഞത്. സക്കറിയാ പുരോഹിതനോട് കണ്ടപ്പോൾ ദൈവാലയത്തിൽ വെച്ച വിശുദ്ധ സ്ഥലത്ത് വെച്ച ഈ സംഭാഷണം നടക്കുന്നത് ആ സ്ഥലം നിങ്ങൾക്കറിയാം, സന്ദർഭവും നിങ്ങൾക്കറിയാം. പക്ഷെ പൊടുന്നതിനെ കണ്ട സമയത്ത് ഞാൻ ഇന്നാലാണ് ഇത് പരിചയപ്പെടുത്തുകയല്ല. യോഹന്നാന്റെ ജനനത്തെ പറ്റിയുള്ള സദ്വാർത്ത അറിയിച്ചപ്പോൾ സക്കറിയാവ് വിശ്വസിച്ചില്ല, അംഗീകരിച്ചില്ല. അപ്പോഴാണ് ഞാൻ ആരാണ് എന്നുള്ള വിശദീകരണം ആ സമയത്താണ് കൊടുക്കുന്നത്. അല്ലാതെ ആദ്യം കണ്ടപ്പോഴേ ഞാൻ ഇന്നാലാണ് ക്ഷയിക്കാൻ ചെയ്യുന്ന പോലെ പറഞ്ഞു തുടങ്ങിയ വാക്കുകളല്ല ഈ പരിചയപ്പെടുത്തുന്ന വാക്കുകൾ എന്ന് നാം ഓർക്കണം. ആ വാക്കില് നാം പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു എങ്കിൽ ഒരു വൈദികന്റെ സ്ഥാനം എന്ത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വൈദികന്റെ ദൗത്യം എന്ത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. നമ്മെ ഒക്കെ ചിന്തിപ്പിക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് അവിടെ എടുക്കുവാനായിട്ടുണ്ട്. വൈദികൻ ആര്, അയാളുടെ സ്ഥാനം എന്ത്, ദൗത്യവും നിയോഗവും എന്ത് എന്നെല്ലാം വ്യക്തമാക്കുന്ന വാക്കുകളാണ് മാലാഖായുടേത്. ഞാൻ അതിനെ വിശകലനം ചെയ്യുന്നു. 4 കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. 4 കാര്യങ്ങൾ എപ്പോഴും ഞാൻ ഈ അക്കമിട്ടാ പറയാറുള്ളത്. ക്ലാസ്സിലും പ്രസംഗത്തിലും ഒക്കെ നിങ്ങൾക്കറിയാം, ഓർത്തിരിക്കാനുള്ള സൗകര്യവും കൊണ്ട് ആ ശൈലി ഇപ്പോഴും ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ആ ശൈലി ഇപ്പോഴും ഞാൻ തുടരുന്നു. 4 കാര്യങ്ങൾ പറയുന്നത്: 1, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നവൻ. ആഴമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നവൻ. 2, ഗബ്രിയേൽ. ആ വാക്കിന്റെ അർത്ഥവും പ്രസക്തിയും. ഗബ്രിയേൽ വാക്കിന്റെ അർത്ഥവും പ്രസക്തിയും. 3, പറയുന്നു എന്നെ അയച്ചിരിക്കുന്നു. അയക്കപ്പെട്ടവനാണ്, അല്ല 2 പോയവനല്ല. അയക്കപ്പെട്ടവൻ, എന്നെ അയച്ചിരിക്കുന്നു, അയക്കപ്പെട്ടവൻ. 4, ദൗത്യം ആണ് പറയുന്നത്. സംസാരിക്കുവാനും സദ്വർത്തമാനം അറിയിക്കുവാനും അയച്ചിരിക്കുന്നു എന്നാണ്. ദൗത്യം എന്താ? സദ്വർത്തമാനം അറിയിക്കുവാൻ അയച്ചിരിക്കുന്നു. 4 കാര്യങ്ങൾ. 1, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നവൻ. 2, ഗബ്രിയേൽ, ആ വാക്കിന്റെ അർത്ഥവും പ്രസക്തിയും. 3, എന്നെ അയച്ചിരിക്കുന്നു എന്നുള്ളത്, അയക്കപ്പെട്ടവൻ എന്ന ആ യാഥാർത്ഥ്യം. 4, എന്തിനായി അയക്കപ്പെട്ടു? ദൗത്യം എന്ത്? സദ്വർത്തമാനം അറിയിക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന്.
ഇത് ഈ 4 കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ഒരു വൈദികൻ ഒന്നാമത്തെ അവന്റെ ധർമ്മം എന്തെന്ന് ചോദിച്ചാൽ അവൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നവരാണ്. മാലാഖമാരുടെ സ്ഥാനമാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. എന്തിനാ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്? 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ദൈവത്തെ നിരന്തരമായി അനുസ്യൂതമായി സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ. പരിശുദ്ധൻ 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 എന്നിങ്ങനെ അനുസ്യൂതമായി അവനെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന അനുഭവം. 2, അത് മാത്രമല്ല, മാലാഖമാർക്ക് ചില കർത്തവ്യങ്ങളുണ്ട്, അതും കൂടെ ഏറ്റെടുക്കും. ചില നിയോഗങ്ങളുണ്ട്. ഇതിനാ ദൈവം നിൽക്കുന്നത്. എന്തോ അരുളി ചെയ്യുന്നു, അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ. അപ്പൊ ദൈവസന്നിധിയിൽ നിൽക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തെ ആരാധിക്കുവാൻ. 2, ദൈവത്തിന്റെ നിയോഗം എന്തെന്ന് മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ ആഗ്രഹിച്ച് നിൽക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുവാൻ എന്നുള്ളത് ഇത് യഥാവസരം ഏറ്റെടുത്ത് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത് ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി നിലകൊള്ളുന്നവരാണ്. ദൈവമഹത്വം ദർശിക്കുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യം ഓർത്തുകൊണ്ട് അവിടെ നിന്ന് അവരെ ആരാധിക്കുന്ന ആ വലിയ അനുഭവമാണ് നമുക്ക് ഉള്ളത്. നമ്മുടെ വലിയ പദവി അതാണ്, ടു സ്റ്റാൻഡ് ബിഫോർ ഗോഡ് ആൻഡ് വർഷിപ്പ് ഹിം. അത് നാം എത്രമാത്രം ഓർക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം മുമ്പാകെ അർത്ഥപൂർണമായി നിലകൊള്ളുന്നവന് മാത്രമേ ജനത്തെ വേണ്ട വിധത്തിൽ നയിക്കുവാനും നടത്തുവാനും കഴിയുകയുള്ളൂ. ദൈവസന്നിധിയിൽ അർത്ഥപൂർണമായി നിലകൊള്ളുന്നവര് അവിടെ ജാഗരണത്തോടെ, ഏകാഗ്രതയോടെ, എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ പ്രാർത്ഥനാനിരതനായി ദൈവസന്നിധിയിൽ നിലകൊള്ളുന്ന ഒരുവൻ, അച്ഛനോ എത്രാച്ചനോ ബാവായോ ആരുമായിക്കൊള്ളട്ടെ, only he can exercise his duties to the people. ജനത്തിന് ഉള്ള ദൗത്യം നിർവഹിക്കുന്നതിന് ഒന്നാമത് ചെയ്യേണ്ടിയിരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പിൽ നിലകൊള്ളുന്ന കാര്യമാണ്. അത് നാം പ്രത്യേകിച്ച് നമ്മുടെ ശുശ്രൂഷയുടെ വലിയ ഒരു കാര്യമാണ്. ജനത്തിന്റെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുന്നത് നമ്മളാണ്. ദൈവത്തെ സ്തുതിക്കുക മാത്രമല്ല, ജനത്തിന്റെ ആവശ്യങ്ങൾ അതൊക്കെയും യഥാസമയം ദൈവസന്നിധിയിലേക്ക് അറിയിക്കുവാനും നമുക്കുണ്ട്. ഞാൻ പറയട്ടെ, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമേ നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കുവാനുള്ളൂ, അല്ലാതെ ഒന്നും കൊടുക്കാനില്ല. അതിനാണ് ദൈവസന്നിധിയിൽ നിലകൊള്ളുന്നത്. ഈ നോമ്പിൽ നമ്മളെ തന്നെ ഒരു പരിശോധിക്കുന്ന ഒരു കാര്യം, where do I stand? ഞാൻ എന്റെ നിലപാടിൽ എന്ത്? ദൈവസന്നിധിയിൽ എത്രമാത്രം ഞാൻ നിലകൊള്ളുന്നുണ്ട്? പ്രാർത്ഥനയ്ക്ക്, ജാഗരണത്തിന്, മറ്റുമായിട്ടുള്ളത്. ഒരു ആംഗ്ലിക്കൻ ബിഷപ്പിന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ഉദ്ധരിക്കുക. അദ്ദേഹം പറയുന്നു, എന്നിലേക്ക് പ്രവഹിച്ചിട്ടുള്ളതിൽ നിന്ന് മാത്രമേ എനിക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയൂ. ലഭിച്ചത് മാത്രമേ എനിക്ക് നൽകാൻ ഉള്ളൂ. എനിക്ക് ലഭിച്ച അനുഗ്രഹത്തിൽ നിന്ന് മാത്രമേ മറ്റുള്ളവരെ എനിക്ക് അനുഗ്രഹിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഞാൻ ദിനംതോറും പ്രഭാതത്തിൽ ഇസ്രായേൽക്കാർ മന്ന ശേഖരിച്ചതുപോലെ ദൈവത്തിന്റെ കൃപാസന്നിധിയിലേക്ക് ചെന്ന് അവിടെ നിന്ന് കൃപാവരങ്ങൾ ശേഖരിക്കണം. ഇതാ നമ്മുടെ ഒന്നാമത്തെ കർത്തവ്യം സഹോദരങ്ങളെ. അത് പലപ്പോഴും നമ്മൾ മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് വെള്ളവകഭരണവും മറ്റുമൊക്കെ ചെയ്ത് വീട്ടുകാര്യങ്ങളും ഒക്കെ വന്നിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്ന കാര്യത്തിൽ, അവിടെ അവിടുത്തെ മഹത്വം ദർശിച്ചുകൊണ്ട് അവിടുത്തെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന കാര്യത്തിലുള്ള വീഴ്ച എങ്ങനെ എന്നുള്ളത് ഒന്ന് ഓർത്തു നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ ഞാൻ അതേപ്പറ്റി പറയുന്നുള്ളൂ. മോശ ദൈവമുമ്പാകെ നിലകൊണ്ട ഒരു വ്യക്തിയായിരുന്നു. എന്തിനു വേണ്ടി? ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ. അദ്ദേഹം ഒരിക്കൽ ദൈവത്തോട് അപേക്ഷിച്ചു, എന്റെ പേര് തന്നെ ആ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞാലും വേണ്ടില്ല, എന്നാലും ഈ ജനത്തോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് ജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു അനുഭവമാണ്
മോശ ഈ ദൈവദാസനുണ്ടായത്. നമുക്കും അത് തന്നെയാണ്. എടുത്തു പറഞ്ഞിട്ട് നമ്മൾ കുർബാനയിൽ എത്ര പ്രാവശ്യമാണ് ജനത്തിന്റെ ആവശ്യവും അപേക്ഷയും നാം സമർപ്പിക്കുന്നത്. ഞാൻ മറ്റ് ആരാധനക്രമങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഇത്രയധികം പ്രാവശ്യം ജനത്തിന്റെ ആവശ്യങ്ങൾ നിരത്തി ഒന്നൊന്നായിട്ട് ആവർത്തിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു സംവിധാനം മറ്റൊരു ആരാധനക്രമത്തിലുമില്ല. എത്ര പ്രാവശ്യമാണ് നമ്മൾ ദൈവസന്നിധിയിൽ ഈ അപേക്ഷ നടത്തുന്നത്? നിങ്ങൾ പറഞ്ഞാട്ട് അറിയാമല്ലോ. ചോദ്യോപോ തുടങ്ങി അവസാനത്തെ സമയം വരെ 3-4 പ്രാവശ്യം ഇതിങ്ങനെ ആവശ്യത്തിൽ അത് സംവിധാനം ചെയ്തിരിക്കുകയാണ്. അർത്ഥപൂർണമാണത്. അപ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് ദൈവത്തെ സ്തുതിക്കുവാൻ മാത്രമല്ല. 2 ദൈവത്തെ സ്തുതിക്കുന്ന 1. 2 ജനത്തിന്റെ ആവശ്യങ്ങൾ, ജനത്തിന് വേണ്ടി അവർ പക്ഷപാതം ചെയ്യുന്ന, അവരുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ ഉണർത്തിക്കുന്ന വലിയൊരു കർത്തവ്യം കൂടി നമുക്കിവിടെ ചെയ്യുവാനായിട്ടുണ്ട്. ഇത് കുർബാനയിൽ മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും ഇന്റർസെഷൻ, പക്ഷപാതം, ഇത് വലിയൊരു ദൗത്യമാണ് നമുക്ക്. അനേകരോട് നമ്മൾ പറയും, മോനെ ഞാൻ പ്രാർത്ഥിച്ചോളാം, മോളെ ഞാൻ പ്രാർത്ഥിച്ചോളാം. നല്ല ചക്കര വാക്ക് നമ്മൾ അപ്പോഴേ മറന്നു. നമുക്ക് ആ പ്രാർത്ഥനയിൽ വരുന്നില്ല. ഒന്ന് ചെയ്തെങ്കിലേ മതിയാവുള്ളൂ. യു ഷുഡ് ഹാവ് എ ലിസ്റ്റ് ഓഫ് ഇന്റർസെഷന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ലിസ്റ്റ് നിങ്ങളുടെ വേദപുസ്തകത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. രോഗികളായിട്ടുള്ളവരുടെ, കുടുംബ പ്രശ്നങ്ങളുള്ളവരുടെ നല്ല ആത്മാർത്ഥത പറയുന്നത്. പക്ഷെ നമ്മളത് മറന്നുപോകും. മധ്യസ്ഥ പ്രാർത്ഥന ഇത് നമ്മുടെ ഒരു വലിയ കർത്തവ്യമാണ്. പ്രിയമുള്ളവരെ, അനേകര് നമ്മളെ വിശ്വസിച്ചുകൊണ്ട നമ്മൾ പ്രാർത്ഥിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ കൃത്യലോകമാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും ഒപ്പം ജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ, ജനത്തിന്റെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ യഥാവിധം വിധി നാം ഉണർത്തിക്കുവാൻ സാധിക്കേണ്ടതാണ്. അതേപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം അത്. ഇനി രണ്ടാമത്തേതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഗബ്രിയേൽ വാക്കിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ മനുഷ്യൻ. ഗബ്രോ നിങ്ങൾക്കറിയാം, ദൈവം. ഗബ്രിയേൽ ദൈവത്തിന്റെ മനുഷ്യൻ, മാൻ ഓഫ് ഗോഡ്. ഇതാ വാക്കിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ആരാ? മാൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മനുഷ്യനാണ്. അതാ മാലാഖ സക്കറിയാവോട് പറഞ്ഞ വാക്കാണ് നമുക്ക് പറയാനുള്ളത്. എന്ത്? ഐ ആം ഗബ്രിയേൽ. തിരുവനന്തപുരത്തെ കത്താക്കിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കാര്യം, എന്റെ കാര്യമാണ്, നിങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഗബ്രിയേൽ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഉള്ളവരാണ് എന്നുള്ളത് മാത്രമല്ല, ദൈവത്തിന്റെ മനുഷ്യരാണ്. ദൈവത്തോട് പ്രത്യേകമായി ബന്ധപ്പെട്ട മനുഷ്യൻ. He is first and foremost a man sent by God, a man sent from God. ആ വാദം എന്നോട് ഉദ്ധരിക്കട്ടെ. He is first and foremost a man sent by God and sent from God. ആ 2 എനിക്കുള്ളത് വാക്കുകൾ ബൈ ആൻഡ് ഫ്രം അർത്ഥപൂർവമായിട്ടുള്ളതാണ്. ദൈവത്തിന് പ്രത്യേകമായി അവകാശപ്പെട്ട മനുഷ്യനാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഈശ എലോഹീം എന്ന് എബ്രായ ഭാഷാ പണ്ഡിതനാണ് തിമോത്തിയോസ്. ഈഷ് എലോഹീം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ മനുഷ്യനാണ്. പരിധികൾക്ക് ചിലരൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. എങ്ങനെ? ദൈവമനുഷ്യൻ എന്ന്. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവപുരുഷനായ മോശയെ വിശേഷിപ്പിക്കുന്നതാണ് ഹീസ് എ മാൻ ഓഫ് ഗോഡ്. ശമൂവേലിനെ വിളിക്കുന്നത് തന്നെയാണ് മാൻ ഓഫ് ഗോഡ്. ഏലിയാവ്, ഏലീശ, ഇവരെയൊക്കെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ദൈവമനുഷ്യൻ എന്താണ്? പുതിയ നിയമത്തിൽ പൗലോശ്ലീഹ തന്റെ വാത്സല്യ ശിഷ്യനായ തിമോത്തിയോസിനെ, തന്റെ സഹപ്രവർത്തകനും കൂടിയാണ് തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുന്നത്. എന്തെന്നറിയാമോ? നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ എന്ന് പറഞ്ഞുകൊണ്ടാ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മുടെ വലിയ വിശേഷം എന്ന് ചോദിച്ചാൽ
മാൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മനുഷ്യൻ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പദവി. എന്ന് എന്നോട് ചോദിച്ചാൽ ഇതാണെന്ന് ഞാൻ പറയും. പക്ഷെ ഇന്ന് നമ്മൾ പൂജനീയങ്ങളായ മറ്റു പല ശബ്ദങ്ങളും ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. റവറൻസ് ഇല്ലേ, അത് പേര് ചേർത്താ പറയുന്നത് പൂജനീയമായ പദങ്ങളൊക്കെ നമുക്ക് അല്ല. നിങ്ങൾ പറയുന്നത് വെരി റവയാണ്, സാധാരണ റവയല്ല, വെരി റവ. പിന്നെ അത് കഴിയുമ്പോൾ റൈറ്റ് റവ, പിന്നെ മോസ്റ്റ് റവ. ഇങ്ങനെയൊക്കെ ഉള്ള വിശേഷണങ്ങളെല്ലാം നമ്മൾ ചേർക്കുവാൻ നമുക്ക് വലിയ താല്പര്യമാണ്. അതിലൊന്ന് കുറഞ്ഞു പോയാൽ നമുക്ക് അവർഷം ഉണ്ടാവുകയും ചെയ്യും. ഞാനത് ഹിസ് എക്സലൻസി ഇതുപോലെ എന്തെല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ വിശേഷം എന്താ? മാൻ ഓഫ് ഗോഡ്. ആർ യു ദ മാൻ ഓഫ് ഗോഡ്? ഈ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കും. ദൈവത്തിന്റെ മനുഷ്യൻ, ഹീസ് എ മാൻ ഓഫ് ഗോഡ് എന്നുള്ള വിശേഷണം നമുക്ക് യോജിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്കറിയാമോ, ജീവിതത്തിൽ, പെരുമാറ്റത്തിലും, സംഭാഷണത്തിലും, ബന്ധങ്ങളിലും, സമീപനങ്ങളിലും എല്ലാം ദൈവമനുഷ്യന്റെ ഒരു നിലവാരം പുലർത്തുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ശൈലി, നമ്മുടെ ബന്ധങ്ങൾ, സമീപനങ്ങൾ, ഇതൊക്കെ തന്നെ. ശൂന്യംകാരിക്ക് ഒരു സ്ത്രീ, ധാരാളം ധനമുള്ള ഒരു സ്ത്രീയായിരുന്നു. അവളുടെ ഭർത്താവിനോട് പറയുന്നൊരു വാക്കുണ്ട്. ഏലീശാ പ്രവാചകനെ പറ്റി അവൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 9-ാമത്തെ വാക്യം. 2 Kings chapter 4:9. നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇദ്ദേഹം വിശുദ്ധനായൊരു ദൈവപുരുഷനാകുന്നു എന്ന്. നെറ്റിക്ക് എഴുതി വെച്ചിട്ടില്ല ദൈവപുരുഷൻ എന്ന്. അതിന് മുമ്പിൽ കൂടെ ആരെങ്കിലും ഫോണടിച്ചുകൊണ്ട് ദൈവപുരുഷൻ എന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ ദൈവപുരുഷൻ എന്ന് ഈ സ്ത്രീക്ക് തോന്നിയതിന്റെ കാരണം, അടിസ്ഥാനം എന്താ? അദ്ദേഹത്തിന്റെ പെരുമാറ്റവും, അദ്ദേഹത്തിന്റെ സംഭാഷണവും, അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയും ഒക്കെ അവരെ സ്പർശിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ സ്വയം ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്, he is indeed a man of God. നമ്മളെ പറ്റി, നമ്മളെ മറ്റു വിശേഷമൊക്കെ അവിടേക്കൊക്കെ നമുക്ക് ഭൂച്ചെടിയും ഒക്കെ ഒരു ഡിഗ്രി ഉള്ളവരായിരിക്കാം. അതുപോലെ മറ്റൊക്കെ വേറെ നമുക്ക് സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ അഭിലഷിക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഈ ഒരു ടൈറ്റിലാണ്. He is a man of God. ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ആ മനുഷ്യൻ ഒരു ദൈവ മനുഷ്യനാണ്. ആ ഒരു വിശേഷണം നമുക്ക് ആർജിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാമായി. അങ്ങനെ ആർജിക്കാത്ത കാലത്തോളം എന്തൊക്കെ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും പൂജ്യമായിട്ടേ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ ആണെന്നോ ആയിരിക്കുന്നതൊന്നും വിശേഷിച്ചു നിങ്ങളെ പോലെയുള്ള ഒരാളാണ്. ഞാൻ മാറി നിന്നുകൊണ്ടല്ല, എന്നോട് തന്നെ അതാ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. ഈ വാക്കുകൾ എന്നെ വളരെ സ്പർശിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ഈ അവസരം എടുക്കുന്നത്. അതുകൊണ്ട് he is a man of God എന്നുള്ള സാക്ഷ്യം നമ്മെപ്പറ്റി പറയുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഞാൻ ഇവിടെ പറയുന്നു. ദൈവപുരുഷന് യോജിക്കാത്തതായ എന്തെങ്കിലും കാര്യം നമ്മിലുണ്ടോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്യുന്നത് കൊള്ളാം. ദൈവമനുഷ്യന് നിരക്കാത്തതായ എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ വേഷത്തിലായിരുന്നാലും, എൻ്റെ ഭാവത്തിലായിരുന്നാലും, എൻ്റെ ഇടപാടിലായിരുന്നാലും, എൻ്റെ ബിസിനസ് ട്രാൻസാക്ഷനിലായിരുന്നാലും ഒക്കെ അതുണ്ടോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അതാണ് എനിക്ക് അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. ഉണ്ടെങ്കിൽ ഈ നോമ്പിൽ അത് പരിത്യജിക്കുവാൻ നമുക്ക് സാധിക്കും. എനിക്കറിയാം, ചില വൈദികരുണ്ട്, രഹസ്യമായിട്ട് സെക്കൻഡ് ഷോയ്ക്കൊക്കെ പോകുന്ന ചില വൈദികരെ പറ്റി എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റു പലരും ആയിട്ടുള്ളവരുണ്ട്. അത് ഒന്ന് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇന്നും നമ്മുടെ വൈദികരിൽ ഉണ്ട് എന്ന് പറയുന്ന വേദനയോടെ അത് ഞാൻ പറയട്ടെ. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ നോക്കിയിട്ട് എൻ്റെ ജീവിതത്തിൽ
ഒരു ദൈവ മനുഷ്യൻ നിരക്കാത്ത ഏതെങ്കിലും ഉണ്ടോ എന്ന് the Holy Spirit who is one who convicts us of our sins അത് നമ്മളെ ബോധ്യപ്പെടുത്തട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ കൂടിവരവ് അതിലേക്ക് നമ്മൾ നയിക്കട്ടെ. മൂന്നാമത്തെ ചിന്ത എന്തായിരുന്നു? അയക്കപ്പെട്ടവൻ. നമ്മൾ അയച്ചു എന്നുള്ളത് അയക്കപ്പെട്ടവനാണ്. എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അയക്കപ്പെട്ടവൻ എന്നുള്ളതിൻ്റെ എബ്രായ പദം നിങ്ങൾക്കറിയാം, ഷാലിയ. അതിന് സുറിയാനി നിങ്ങൾക്കറിയാം, ശ്ലീഹ. അതാണ് അയക്കപ്പെട്ടവൻ. ശ്ലീഹ, അപ്പോസ്തലോസ്, അയക്കപ്പെട്ടവനാണ്. അതാണ് അയക്കപ്പെട്ടവൻ എന്ന് പറയുന്നത്. അധികാരത്തോടും ഉത്തരവാദിത്വത്തോടും അയക്കപ്പെടുന്നവർ മാത്രമേ ഈ വാക്ക് ഉപയോഗിക്കുകയുള്ളൂ. ഷാലിയാഹ് അല്ലെങ്കിൽ ശ്ലീഹ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് വെറുതെ ചന്തയിൽ പോയി വരാനായിട്ട് അല്ല, ചുമ്മാ ഇങ്ങനെ അയക്കുന്നവന് ആ വാക്ക് വെറും അയക്കപ്പെട്ടവനല്ല. അധികാരത്തോടെ പിന്നെ ഉത്തരവാദിത്വത്തോടെ അയച്ചവനെ പ്രതിനിധീകരിക്കുവാൻ തക്കവണ്ണമുള്ള അധികാരത്തോടെ ഒക്കെ അയക്കപ്പെടുന്നവൻ. One who is sent is equal to one who sends. അയച്ചവന്റെ സ്ഥാനത്താണ് അയക്കപ്പെട്ടവരുടെ വലിയ ഔന്നത്യം എന്ന് പറയുന്നത്. കർത്താവ് ശിഷ്യന്മാരെ നിയോഗിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാ അവിടുത്തെ പറഞ്ഞത്. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നമ്മൾ അയക്കപ്പെട്ടവരാണ്, സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നവരല്ല. അത് നാം ഓർക്കണം. കർത്താവിന്റെ കൽപ്പനയാലും നിയോഗത്താലും അയക്കപ്പെട്ടവരാണ്. ഇതാണ് നമുക്കുള്ള വലിയ പദവി. We are sent by God. ആ അർത്ഥത്തിൽ നമ്മൾ ശ്രീഹന്മാരാണ്, ശ്രീഹന്മാരുടെ പിൻഗാമികളാണ്, അയക്കപ്പെട്ടവരാണ്. അധികാരത്തോടെ കർത്തവ്യത്തോടെ ദൗത്യം നിർവഹിക്കുവാൻ അയക്കപ്പെട്ടവര് എന്നുള്ളത്. ഒരു കാര്യമുണ്ട്, അയച്ചവനോട് കർത്തവ്യം കൂടിയുണ്ട്. വെറുതെ അയക്കുകയല്ല, അയക്കപ്പെട്ടവൻ he has to report to the one who sends you. നിന്നെ അയച്ചവനോട് നിനക്ക് ഉത്തരവാദിത്വമുണ്ട്. Your responsibility is with the one who has sent you. നിന്നെ അയച്ചവനോടുള്ള ആ കർത്തവ്യം, ഉത്തരവാദിത്വം, ആ ദൗത്യം നീ അത് നല്ലവണ്ണം ഓർക്കേണ്ടതാണ്. ഒരു വൈദികന്റെ മനസ്സിൽ അത് ഗോറോപിസ്കോപ്പായിരുന്നാലും എപ്പിസ്കോപ്പായിരുന്നാലും ദേവാലയക്കാരനായിരുന്നാലും അവൻ മനസ്സിലെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു, ഉത്തരവാദപ്പെട്ട ഒന്നാണ് എന്ന് അവിടുത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് അവിടുത്തെ കണക്ക് ബോധിപ്പിക്കുവാനുള്ളവരാണ് എന്നുള്ള ചിന്ത നമ്മെ എപ്പോഴും ഭരിക്കേണ്ടിയിരിക്കുന്ന ഒന്നാണ്. ഈ ഒരു ദൗത്യം എന്നെ അയച്ചിരിക്കുന്നുവെന്നും and I am responsible to the Lord Master. എന്റെ കർത്താവിനോട് ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണെന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, എങ്ങനെയുമാകാം. അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലരെ കുറിച്ചും. അതുകൊണ്ട് പൗലോസിന്റെ അനുശാസനം കേൾക്കാം. അദ്ദേഹം പറയുന്നു, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിനെ പോലെ ദൃഷ്ടി സേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിനെ പോലെയല്ല ദൃഷ്ടി സേവ ചെയ്യുന്നത്. മെത്രാസിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അങ്ങനത്തെ ഒരു തിരുമുമ്പി സേവ ചെയ്യുന്ന അച്ഛന്മാരല്ല. അതിലും അങ്ങനെ നിൽക്കുന്നവരുണ്ട് തിരുമുമ്പി സേവയുമായിട്ട്. മറ്റുള്ളവരെല്ലാം ഇങ്ങനെ വന്ന് നിൽക്കുന്ന കുറെ അച്ഛന്മാര്, ചിങ്കിളികളായി കുറെ അച്ഛന്മാരുണ്ട്. ചില തിരുമേനിമാർക്ക് ഇഷ്ടവുമാണ്. മറ്റൊന്നുകൊണ്ടല്ല, നിങ്ങൾ തന്നെ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്കും കൂടി ബാധകമായിട്ട് നിങ്ങളും കൂടി സംബന്ധിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ ഓർക്കുവാനായിട്ടുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൃഷ്ടി സേവകളാലല്ല, ഏകാഗ്രതയോടെ നാം കർത്താവിൽ ഭയപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ സേവ ചെയ്യുന്നതായിട്ടാണ്. അതുകൊണ്ടാണ് കൊലോസി ലേഖനം 3-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, കൊലോസിയൻസ് 3
22-24 നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോട് ചെയ്യുകയും അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. ഇതാ നമ്മളെ അയച്ചിരിക്കുന്ന ഇതിനു വേണ്ടിയാണ്. കർത്താവിന്റെ ദൗത്യം നിർവഹിക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മളെ അയച്ചിരിക്കുന്നു. And we are accountable to him. അവിടുത്തോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇത് എപ്പോഴും നമ്മെ ഭരിക്കേണ്ടതാണ്. ചില പ്രാർത്ഥനയിലൊക്കെ ഉണ്ട്, ഞാൻ ജനത്തിന് വേണ്ടി കണക്ക് ബോധിപ്പിക്കുവാനുള്ളവരാണല്ലോ എന്നൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രതിയോഗികളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആ പ്രാർത്ഥന ഉരുവിടുന്നതിൽ കവിഞ്ഞ് ഒരു ബോധ്യം നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. നാലാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് നമ്മുടെ ദൗത്യം? സദ്വർത്തമാനം അറിയിക്കുവാൻ എന്നവിടെ എടുത്തു പറയുന്നുണ്ട്. സദ്വർത്തമാനം എന്നത് വാക്കെന്താ? ഗോസ്പൽ, ഗുഡ് ന്യൂസ്, നല്ല വാർത്ത, സന്തോഷ വാർത്ത. ഗബ്രിയേലിന് അവിടെയുള്ള നല്ല വാർത്ത വ്യത്യസ്തമായിരുന്നു. ഗബ്രിയേൽ സദ്വാർത്ത അറിയിക്കാൻ വന്നത് യോഹന്നാന്റെ ജനനത്തെ കുറിച്ചുള്ള സദ്വാർത്തയാണ്. നമുക്കൊരു സത്വാർത്ത അറിയിക്കുവാനായിട്ടുണ്ട്. അത് ജീവനുള്ള കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവാനായിട്ടുള്ള, സുവിശേഷം അറിയിക്കുവാൻ നിയുക്തരായിരിക്കുന്നു എന്ന് ഉള്ളത് ഇവിടെ നാം ഓർക്കേണ്ടതാണ്. സുവിശേഷവുമായി വന്നയാൾ എന്ന് ഗബ്രിയേലിനെ പറ്റി നമുക്ക് പറയാം. ഇത് വൈദികരെ പറ്റി പറയാവുന്ന ഒന്നാണ്. നല്ല വാർത്തയും കൊണ്ട് വരുന്നയാൾ. അത് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് മാത്രമല്ല, നിരാശയും ഭീതിയും ഉത്കണ്ഠയും ആകുലതയും നിറഞ്ഞ വ്യക്തികളാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെ ഉണ്ട്. മുമ്പത്തെക്കാളൊക്കെ ഉണ്ടിരുന്ന് വളരെ ഉത്കണ്ഠയുള്ള ആളുകൾ, നിരാശ നിറഞ്ഞിട്ടുള്ള ആളുകൾ, ഭയവിധത്തിലുള്ള ഭീതി ആകുലത ഭരിക്കുന്നവരായ ആളുകൾ, അവർക്കൊക്കെ സദ്വാർത്ത കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എക്സ്പെക്റ്റഡ് നമ്മുടെ ചുമതലയാണ്. അങ്ങനെ ഒരു മിനിസ്ട്രി ഇന്ന് നമുക്കില്ല. അതുകൊണ്ടാണ് പലരും ഇവിടെ പോകുന്നു. അവിടെ എവിടെയൊക്കെ പോകുന്നതിന്റെ കാരണം അവിടെ ചെല്ലുമ്പോൾ അവർക്ക് സാന്ത്വനം കിട്ടുന്നു, അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ആകുലതയ്ക്ക് ഒരു പരിഹാരം ലഭിക്കുന്നു. ഇന്ന് നമുക്ക് കുമാര അവിടെ കഷ്ടികൃഷ്ടി എന്തെങ്കിലും രണ്ട് വാക്ക് പറയും, പിന്നെ മറ്റൊന്നും നമുക്കില്ല. ദ പേഴ്സണൽ മിനിസ്ട്രി എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് തികച്ചും അപര്യാപ്തം എന്ന് ഞാൻ പറയുന്നു. മറ്റു വിശേഷങ്ങൾ അപര്യാപ്തമാണ്. പേഴ്സണൽ മിനിസ്ട്രി ഇന്നത്തെ ജനം, ഇന്നത്തെ പ്രത്യേകിച്ച് സാമൂഹ്യ വ്യവസ്ഥയിൽ കൂടി കൊഴിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ആളുകൾ ആരെ കണ്ടാൽ ഊരി വിട്ടു നമ്മൾ നാട്ടുഭാഷയിൽ പറയുപോലെ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഉടരുന്ന അലരുന്ന ഹൃദയവുമായി ഭാരപ്പെടുന്ന വ്യക്തികൾ അനേകരുണ്ട്. അവർക്ക് ഒരു സാന്ത്വനം കൊടുക്കുവാൻ, അങ്ങനെയുള്ളവരെ ഒന്ന് കാണുവാൻ തന്നെ ചെല്ലുന്നവരുണ്ടോ? ചുരുക്കം. അടുത്ത സമയത്ത് പറയുണ്ടായി, ഒരച്ഛൻ വന്ന് കണ്ടേച്ചു പോയി, ആശുപത്രിയിലാണ്. അച്ഛൻ പ്രാർത്ഥിച്ചു. പുസ്തകം ഒരു പക്ഷേ അച്ഛൻ്റെ പോക്കറ്റ് ഇല്ലാഞ്ഞുകൊണ്ടായിരിക്കും അച്ഛൻ പ്രാർത്ഥിക്കാനില്ലെന്ന് ഒരു കമന്റും കൂടെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛന്മാർക്ക് ഈ പുസ്തകത്തിൽ നോക്കി മാത്രമേ പ്രാർത്ഥിക്കാൻ അറിയാവുള്ളൂ, പുസ്തകം ഇല്ലെങ്കിൽ പ്രാർത്ഥന അയാളുടെ വായി വരികയില്ല എന്ന് ഉള്ളൊരു ചിന്ത നമ്മുടെ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു രോഗിയെ കണ്ടാൽ ഒരു ആശ്വാസവാക്ക് പറയുവാനും അവനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സഹോദരിയുടെ കൂട്ടായ്മയിലേക്ക് പോകില്ല. പലരും പോകുന്നതിൻ്റെ തുടക്കം നമ്മളുടെ അശ്രദ്ധയും നമ്മളുടെ അവഗണനയും മാത്രം കൊണ്ടാണ് പലരും പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് സത്വർത്തമാനം എന്ന് പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നത് മാത്രമല്ല, ജീവിതത്തിന്റെ കീറാമുട്ടി പ്രശ്നങ്ങളുമായി ആകുലങ്ങളും സംഘർഷങ്ങളുമായി ഇരിക്കുന്നവർക്ക്. അതുകൊണ്ടാണ് പറയുന്നത്, ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു
കർത്താവിന്റെ ദേശത്തിൽ നിഴലിൽ ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് പറയുന്നത് നസ്രായന്റെ ആഗമനത്തെ കുറിച്ചുള്ള ഒരു പ്രഖ്യാപനമാണ്. അത് നാം ആണ് യാഥാർത്ഥ്യമാക്കി കൊടുക്കുവാനുള്ളത്. ഈ സദ്വർത്തമാനമാണ് അറിയിക്കുവാനായിട്ടുള്ളത്. നാം കേവലം പൂജാരികളോ സാമൂഹ്യ പ്രവർത്തകരോ ആയി മാറിക്കൂടാ. പല അച്ഛന്മാരും സാമൂഹ്യ പ്രവർത്തകരാണ്. അതിൽ വളരെയധികം സോഷ്യൽ ഇൻവോൾവ്മെന്റ് ഒത്തിരിയുണ്ട്. അവിടെ നമുക്ക് തിരിച്ചു പറ്റുന്നു. ചില പൂജാരികളാണ്, കർമ്മമൊക്കെ നല്ല ഭംഗിയായിട്ട് അനുഷ്ഠിക്കും, അത് തീർന്നു. എന്നാൽ വ്യക്തികൾക്ക് ആവശ്യമായിരിക്കുന്ന ആ ഇടയൻ ആളുകളുമായിട്ടുള്ള ബന്ധം, ഇടയൻ ആളുകൾ, ഈ ഒരു ബന്ധം നമുക്ക് നഷ്ടമാകുന്നതാണ് നമ്മുടെ വലിയൊരു പരാജയം എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അതുകൊണ്ട് നാം ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനായി മാത്രം ഞാൻ വിടുന്നു. പ്രത്യാശയുടെയും ആനന്ദത്തിന്റെയും ശുഭകരമായ ചിന്തയുടെയും സന്ദേശമാണ് സുവിശേഷത്തിലുള്ളത്. അത് സംവേദിക്കുവാൻ നമുക്ക് കഴിയണം. പല അച്ഛന്മാരിയിരിക്കുന്നവരൊക്കെയും ശുശ്രൂഷയിൽ വിരമിച്ചവരാണ്. ഞങ്ങളെ കൊണ്ട് ശുശ്രൂഷ ഒന്നും ചെയ്യുവാനില്ല, ഞങ്ങൾ വല്ലപ്പോഴൊക്കെ പള്ളിയിലൊക്കെ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ പറയുമായിരിക്കും. പക്ഷെ ഒരു വൈദികൻ എന്നുള്ള നിലയിൽ അത് വ്യത്യാസമാർക്കും പ്രസക്തമാണ്. ജനങ്ങൾക്ക് അവരാഗ്രഹിക്കുന്നത് കേവലം നമ്മുടെ സാക്രമെന്റൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, അതോടൊപ്പം തന്നെ അവരുടെ ആത്മാക്കൾക്ക് ആശ്വാസവും പ്രതീക്ഷയും അതുപോലെ തന്നെ ആ ഒരു വിധത്തിൽ സന്തോഷവും പകരുവാൻ തക്കവണ്ണമുള്ള ശുശ്രൂഷയും അവര് ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നാം പ്രത്യേകമായിട്ടും ഓർക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു സദ്വാർത്ത അറിയിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ദൗത്യം നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഓർക്കുന്ന മനുഷ്യ ഹൃദയങ്ങളെ വശീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഏറെ സിദ്ധാന്തങ്ങൾ ഇന്ന് ഉണ്ട്. ആ ഒരു ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമുക്ക് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കരുണയുടെയും ആർദ്രതയുടെയും ഒക്കെ സന്ദേശം കൊടുക്കുകയും അവരുമായിട്ട് ബന്ധപ്പെടുവാൻ നമുക്ക് കഴിയുകയും ചെയ്യേണ്ടത്. ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് സെമിനാരിയിൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു വിഷയമേ ഉണ്ടായിരുന്നില്ല. ആ വിഷയം കേട്ടിട്ട് പോലുമില്ല, കൗൺസിലിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ബിഡിക്ക് ഒരു നിർബന്ധമായ വിഷയമാണ്. ഞാൻ ഓർക്കുന്നു, പൗലോസ് മാർ ഗ്രിഗോരിയോസ് തിരുമേനിക്കും ഈ വിഷയം കേൾക്കുമ്പോൾ അലർജിയാണ്. അതുകൊണ്ട് ഓർത്തോസിന് ഈ വിഷയമെടുത്ത് പഠിക്കാൻ PhD പോകുന്നത് തിരുമേനി റെക്കമെൻഡ് ചെയ്യാൻ പോലും അതിനകത്ത് ഒരുപെട്ടിരുന്നില്ല. തിരുമേനി ഞാനിരുന്ന ഒരു സമയത്ത് ഞാനതിന് ചുമതല ഉണ്ടായിരുന്നപ്പോൾ ആ ഫാക്കൽറ്റി ഞാനാണ് റെക്കമെൻഡ് ചെയ്ത് അയക്കുകയൊക്കെ ചെയ്തത് ഓർത്തോസിനറിയാം. അന്ന് ആ വിഷയമൊന്നുമില്ല. പിന്നെ കോട്ടയത്തിന്റെ ദിവാനിയസിന് കൗൺസിലിംഗ് കേൾക്കുമ്പോൾ തിരുമേനിക്കും അതുപോലെ തന്നെ വളരെ പ്രയാസമുള്ള ഇഷ്ടമില്ലാത്ത വിഷയമാണ്. പക്ഷെ ഇന്ന് അത് പൊതുവെ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ഒന്നാണ്. മനുഷ്യന്റെ ആ നീറിപ്പോകുന്ന പ്രശ്നങ്ങളുമായി കടന്നു പോകുന്നവർക്ക് സാന്ത്വനത്തിന്റെയും പ്രചോദനത്തിന്റെയും പ്രത്യാശയുടെയും ചിന്ത ശാസ്ത്രീയമായ വിധത്തിൽ മനസ്സിന്റെ എല്ലാ ഘടനകളെയും വിശകലനം ചെയ്തുകൊണ്ട് സാമൂഹ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വേണ്ടിയിരിക്കുന്ന സാന്ത്വനം കൊടുക്കുക എന്നുള്ളത് അത് ശാസ്ത്രീയമായി ഇന്ന് വളരെയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെയധികം പ്രയോജനവും ഉണ്ട്. പണ്ടങ്ങനെ ഇല്ലായോ ഇത് വേണ്ട എന്ന് പറയുന്നവർ ഞാൻ യോജിക്കുന്നില്ല. ഇത് വളരെയധികം ഉണ്ട്. ഇവിടെ പലരും പഠിച്ചിട്ടുള്ളവരാണ്. അത് വളരെ ആവശ്യമുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഈ ഒരു സദ്വാർത്ത, how we can help the people in their distress, in their difficult situation, and they are looking forward. അവിടെ എവിടുന്ന ഞങ്ങൾക്ക് ഈ ഒരു വെളിച്ചം കിട്ടുന്നത് എന്ന് വിചാരിച്ച പ്രതീക്ഷയോടെ നാം നോക്കി കാണുമ്പോൾ, കാത്തിരിക്കുമ്പോൾ അത് കൊടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ലഭിക്കുന്നിടത്തേക്ക് അവർ പോവുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ വാക്കുകൾ നീർക്കുകയല്ല ചെയ്യുന്നത്, ചുരുക്കുകയാണ്. അല്പസമയം നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യുവാനായിട്ടുള്ള അവസരമായിട്ട് എടുക്കുകയും ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ക്രിസ്തീയ സുവിശേഷത്തിന്റെ പ്രസക്തി നമ്മൾ ഓർക്കുകയായിരുന്നു. ഗബ്രിയേൽ സ്വയം പ്രഖ്യാപിച്ച വാക്കുകൾ നിരന്തരം
നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കണം, അതിങ്ങനെ സ്പന്ദിക്കണം. എന്താ അവിടെ ഗബ്രിയേൽ പറഞ്ഞ വാക്ക്? ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന അർത്ഥവ്യാപ്തിയൊക്കെ നിങ്ങൾ ഓർക്കുക. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. The man of God, man who is sent by God, sent from God, a man who keeps close relationship with God, a man who is a spokesperson of God. അങ്ങനെ ദൈവവുമായിട്ടുള്ള ആ ബന്ധം. പിന്നെ പറയുന്നു, ഞാൻ ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിക്കുവാനും ഈ സദ്വർത്തമാനം അറിയിക്കാനും എന്നെ അയച്ചിരിക്കുന്നു. It's a great responsibility. ഇത് ഈ വാക്കുകളെ കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും നമ്മുടെ തലകളെ നമുക്ക് ഉണ്ടാക്കാം. നിൻവചനം ധ്യാനിക്കുമ്പോൾ ആശ്വസിക്കും. നാം കേട്ട വചനങ്ങളെ പറ്റി നമുക്ക് ഈ സമയത്ത് ഓർക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അതിലെ സത്യങ്ങളെ ഒന്നുകൂടി ആഴമായി വെളിപ്പെടുത്തി തരട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. മാലാഖ ആരാകുന്നു എന്ന് അവകാശപ്പെട്ട വാക്കുകളെ പറ്റി നമുക്ക് ധ്യാനിക്കാം. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നതിനാണ്. നമ്മെ ഓരോരുത്തരെ കുറിച്ചും ഈ സാക്ഷ്യത്തിലല്ലേ നമുക്ക് അവകാശമുള്ളൂ. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നവൻ എന്ന് ആരാധന ഏറ്റവും ആനന്ദത്തോടെ, ഒരുക്കത്തോടെ, പ്രതീക്ഷയോടെ നടത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അലസമായും അശ്രദ്ധമായും ദൈവസന്നിധിയിൽ ആരാധന അർപ്പിച്ചിട്ടുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ദൈവസാന്നിധ്യ ബോധം വേണ്ടവണ്ണം വരുത്താതെ ചടങ്ങായി മാത്രം ആരാധന നയിക്കുവാൻ നമുക്ക് ഇടയായിട്ടുള്ള അവസരങ്ങൾ ഇല്ലേ? ദൈവമഹത്വം കാണുവാൻ ദൈവസന്നിധിയിൽ കുർബാനയ്ക്ക് മാത്രമല്ല അനുദിനമുള്ള ജീവിതത്തിൽ എത്ര സമയം ഞാൻ ദൈവസന്നിധിയിൽ ചെലവിടുന്നു എന്ന് നമുക്കൊന്ന് ഓർത്തു നോക്കാം. ഏകാന്തമായി വേർട്ടുപോയി പിതാവിനോട് സംസർഗം ചെയ്ത കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. 40 രാവും 40 പകലും പിതാവിനോടുള്ള പൂർണ്ണമായ ജാഗരണത്തിൽ കഴിച്ച അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എപ്രകാരം ആകുന്നു എന്ന്. നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയെന്നുള്ളതല്ല അവിടുന്ന് നോക്കുന്നത്.
നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും ആരാധനയ്ക്ക് നാം എടുക്കുന്ന ശുഷ്കാന്തിയും അതിലുള്ള നമ്മുടെ ഏകാഗ്രതയും അത് ഭക്തിയോടും സത്യത്തിലും ആത്മാവിലും ആരാധന അർപ്പിക്കുന്ന വിധവും ഇതൊക്കെ എങ്ങനെ എന്നുള്ളത് നമുക്ക് തന്നെ ഒന്ന് നോക്കിക്കാണുക കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. പക്ഷപാതം ചെയ്യുവാൻ ജനത്തിൻ്റെ ആവശ്യങ്ങളും നമ്മുടെ ആവശ്യങ്ങളും യഥാസമയം സ്തോത്രത്തോടെ എല്ലാ ആവശ്യങ്ങളും അറിയിക്കുക വേണ്ടത്. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക വേണ്ടത് എന്നുള്ള അപ്പോസ്തലന്റെ നിർദ്ദേശം എത്രമാത്രം നമുക്ക് പ്രാവർത്തികമാക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. കർത്താവെ, വന്നുപോയിട്ടുള്ള പരാജയങ്ങളെയൊക്കെയും ഞങ്ങൾ സമ്മതിക്കുന്നു, ഏറ്റു പറയുന്നു. കൂടുതൽ ഉത്സാഹത്തോടെ ഞങ്ങളുടെ ആരാധനാ ജീവിതത്തെ, പ്രാർത്ഥനാ അനുഭവത്തെ, നിന്നോടുള്ള ജാഗരണത്തെ നടത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നയിക്കണമേ. വേണ്ടുപോലെ പ്രാർത്ഥിക്കരുത്. എങ്ങനെയെന്ന് ഞങ്ങൾ അറിയുന്നില്ല, എന്തെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഉച്ചരിച്ചുകൂടാത്ത അനുഭവങ്ങളാൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത പരിശുദ്ധാത്മാവെ, അവിടുത്തെ കൃപ ഞങ്ങളിലേക്ക് വന്ന് ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ അവിടുന്ന് കൂടുതൽ ജ്വലിപ്പിക്കണമേ. മാലാഖ രണ്ടാമത് പറഞ്ഞത് ഗബ്രിയേലാകുന്നു എന്ന് ദൈവമനുഷ്യൻ എന്നുള്ള വിശേഷണം. എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് എന്തായിരിക്കും? ഒരു ലൗകിക മനുഷ്യനാണ് അയാൾ എന്നായിരിക്കുമോ? അതോ ഒരു ദൈവ മനുഷ്യനാണ് എന്ന് പറയുവാൻ, വിലയിരുത്തുവാൻ തക്കവണ്ണമുള്ള സംഭാഷണവും ജീവിത നിലവാരവും പ്രവർത്തന ശൈലിയും ഒക്കെയാണോ നമുക്കുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. കർത്താവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതം കഴിയുന്നതിന് മുമ്പ്, ഈ ലോകത്തിൽ ഞങ്ങൾ കടന്നു പോകുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് ആഗ്രഹിക്കുന്നു, ദൈവമനുഷ്യൻ എന്നുള്ള ആ ഉന്നതമായ ഒരു സ്ഥാനം ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ അത് യഥാർത്ഥമാക്കി തീർക്കണമേ. നിന്നോടുള്ള ബന്ധത്തിൽ, നിന്നോടുള്ള കൂട്ടായ്മയിൽ സജീവമായിരിക്കുന്ന ആ ഒരു വേഴ്ചയിൽ ഞങ്ങൾ ജീവിച്ചുകൊണ്ട് ദൈവമനുഷ്യരെന്ന് വിശേഷിപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയാകേണ്ടത്. കർത്താവേ, ഞങ്ങൾ അവിടുന്ന് അന്ന് 12 ശ്രീഹന്മാരെ അയച്ചു ഞങ്ങൾ ഓർക്കുന്നു. അധികാരം നൽകിക്കൊണ്ട് വിശാലുക്കളെ ബഹിഷ്കരിക്കുവാൻ, ദൈവരാജ്യം പ്രസംഗിക്കുവാൻ, കുഷ്ഠരോഗികളെ സ്വസ്ഥരാക്കുവാൻ, മരിച്ചവരെ ജീവിപ്പിക്കുവാൻ ഒക്കെയും അധികാരം നൽകിക്കൊണ്ടവരെ അവിടുന്ന് അയച്ചു. ഇന്നും ഞങ്ങളെ അവിടുന്ന് അയച്ചിരിക്കുന്നു. അർത്ഥത്തിൽ ഞങ്ങൾ ശ്രീഹന്മാരാണ്. എന്തിനായിട്ടാണ് ഞങ്ങൾ? നീ ഞങ്ങളെ ഒരു ദൗത്യം നിർവഹിക്കുവാനായിട്ട് അയച്ചിരിക്കുന്നുവല്ലോ. ആ ഒരു വലിയ കർത്തവ്യബോധം ഞങ്ങൾ നിന്നോട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന്, നിന്റെ അടുക്കൽ ഞങ്ങളെ കണക്ക് ബോധിപ്പിക്കുവാനുള്ളവരാകുന്നു എന്ന് ഞങ്ങളുടെ സ്ഥാനത്തെപ്പറ്റി ഞങ്ങൾ ഓർത്ത് ഭാവിക്കുവാനായിട്ടല്ല, നേരെ മറിച്ച് നിന്നോടുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് എപ്പോഴും ഓർത്ത് അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതവും പ്രവൃത്തിയും വരുത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ശോകമുഖമായിരിക്കുന്ന സാഹചര്യത്തിൽ സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ആനന്ദത്തിൻ്റെയും സത്വാർത്ത അറിയിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നീ കൃപ ചെയ്യണമേ. അതിനുള്ള മുഖാന്തരങ്ങളായി, ചാനലുകളായി നീ ഞങ്ങളെ ആക്കി തീർക്കണമേ. ഞങ്ങളുടെ പരാജയങ്ങളൊക്കെയും ഞങ്ങളോട് നീ ക്ഷമിച്ച് നല്ല ആഗ്രഹങ്ങളൊക്കെയും സഫലമാക്കി നിരന്തരനാമഹിതത്തിനായി ശിഷ്ടായുസ് ജീവിപ്പാനും പ്രവർത്തിപ്പാനും തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇന്നത്തെ വരവ് ഞങ്ങൾക്ക് ധന്യമായ ചില ചിന്തകളിലേക്ക് ഞങ്ങളെ നയിച്ചുകൊണ്ട് ഓർക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ അവിടുന്ന് ഈ കൃപ ചൊരിഞ്ഞ് ഞങ്ങളെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും
അതൊക്കെ കരുത്ത് ഞങ്ങൾ സമർപ്പിക്കുവാനും പ്രാപ്തരാക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും തിരുനാമത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാനായിട്ട് തന്നെ മോലാൻ യേശു ശിഹ ഞങ്ങളോട് കരുണ ചെയ്യണമേ. മാഞ്ഞു പോകുവാനായി നിന്റെ സ്നേഹം നിന്റെ വെള്ളത്തിൽ ഞങ്ങൾ മക്കൾ നിന്നെ ഇറക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ.